പോകുന്നത് കോട്ടയത്തേക്കാണ്. കേരളത്തിന്റെ മധ്യ കേരളം എന്ന് വളരെ കൃത്യമായി പറയാവുന്ന ഭാഗത്തേക്കാണ്. അവിടെ സജിത്ത്, ഈ കോട്ടയം എന്ന് പറയുമ്പോൾ ഈ ഏതൊരാളുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന കുറേയേറെ ചിത്രങ്ങൾ ഉണ്ടാകും. അവിടെ കോട്ടയത്തെ മീനച്ചലാറുണ്ടാകും, റബ്ബർ ഉണ്ടാകും, അച്ചായന്മാരുണ്ടാകും. അതോടൊപ്പം തന്നെയാണ് KM മാണി എന്ന ഒരു പേര്. ഈ KM മാണിയെ മാറ്റി നിർത്തിക്കൊണ്ടൊരു കോട്ടയം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കോട്ടയം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം വരുന്ന ഒരു രാഷ്ട്രീയ മുഖം എന്നത് KM മാണിയാണ്. കേരള കോൺഗ്രസുകൾക്ക് കൃത്യമായ സ്വാധീനമുള്ള ഒരു ഭൂപ്രദേശമാണ്. ഒരുപക്ഷെ ഈ കോട്ടയം മണ്ഡലത്തിൽ എറണാകുളം ജില്ലയുടെ ഭാഗം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കോട്ടയത്തെ വോട്ടറായി മാറുന്നത്. പിറവം നിയമസഭാ മണ്ഡലം. അതെ, ഈ അഭിലാഷ്, ഈ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് മത്സരിച്ചിരുന്ന ഒരു ഇടമായിരുന്നില്ല കോട്ടയം മണ്ഡലം. കാരണം അത് കോൺഗ്രസ് മത്സരിച്ചിരുന്ന ഇടമായിരുന്നു. കേരള കോൺഗ്രസിന് മൂവാറ്റുപുഴ എന്ന സീറ്റായിരുന്നു അവർക്ക് ലഭ്യമായിരുന്നത്. പക്ഷേ കോട്ടയം ഡീലിമിറ്റേഷൻ കഴിഞ്ഞതോടുകൂടി മണ്ഡല പുനർനിർണ്ണയം കഴിഞ്ഞതോടെ മൂവാറ്റുപുഴ മാറി കോട്ടയമായി മാറുന്നു. സ്വാഭാവികമായും UDF അത് കേരള കോൺഗ്രസിന്റെ സീറ്റായി മാറുകയായിരുന്നു. CPM ഇടതുമുന്നണിയിൽ CPM മത്സരിച്ചിരുന്ന സീറ്റ് ഇത്തവണത്തെ സീറ്റ് ധാരണയിൽ ചാഴികാടൻ, അവിടെ സീറ്റ് MP ആയ ചാഴികാടൻ തന്നെ മത്സരിക്കുന്നു എന്നതാണ്. ശരി, നമുക്ക് അവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ പിറവം, വൈക്കം, കടുത്തുരുത്തി, പാല, പുതുപ്പള്ളി, ഏറ്റുമാനൂർ, കോട്ടയം എന്നിങ്ങനെ 7 നിയമസഭാ മണ്ഡലങ്ങൾ ആണ് കോട്ടയത്തിന് ഉള്ളത്. അതെ, ഈ നമ്മൾ ഇതുവരെ പരാമർശിച്ച 2 മണ്ഡലങ്ങൾ ആലപ്പുഴയ്ക്കും ആലത്തൂരിനും ഇല്ലാത്തൊരു പ്രത്യേകത കോട്ടയത്തിനുണ്ട്. കാരണം കോട്ടയത്ത് അതിൻ്റെ ഭൂമിശാസ്ത്രപരമായും ചരിത്രപരവുമായുള്ള ഒരു ആധിപത്യം UDF-നൊപ്പമാണ്. UDF രാഷ്ട്രീയമാണ്. അവിടുത്തെ 5 നിയമസഭാ മണ്ഡലങ്ങൾ തീർച്ചയായിട്ടും UDF-നൊപ്പവും 2 വൈക്കവും ഒപ്പം ഏറ്റുമാനൂരും മാത്രം ഇടതുമുന്നണിയും പ്രാധികരിക്കുന്നു എന്നതാണ്. അതായത് ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുന്നണി തുടർഭരണം നേടിയപ്പോൾ പോലും ആ മുന്നണിയോട് പൂർണ്ണമായും മനസ്സ് ചേർന്ന് നിൽക്കാത്ത ഒരു മണ്ഡലം കൂടിയാണ്, ലോക്സഭാ മണ്ഡലം കൂടിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് കേരളത്തിന്റെ UDF-ന്റെ രാഷ്ട്രീയ മനസ്സിനൊപ്പം നിന്നിരുന്ന കൃത്യമായൊരു ഇടമാണ്. ചില മാറ്റങ്ങൾ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് ഉണ്ടായിട്ടുണ്ട് എന്നത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ തവണയും എല്ലാ സാഹചര്യങ്ങളിലും UDF-നൊപ്പം നിന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം നമുക്ക് അഭിലാഷ് ഒന്ന് പരിശോധിക്കാം. കഴിഞ്ഞ തവണ ചാഴികാടൻ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് 4,21,000 വോട്ടുകളാണ് ലഭിക്കുന്നത്. തോമസ് ചാഴികാടൻ UDF സ്ഥാനാർത്ഥിയായി അദ്ദേഹം 2 ഇലക്ഷനിൽ തന്നെ മത്സരിച്ചു. VN വാസവൻ, ഇപ്പോഴത്തെ സംസ്ഥാന മന്ത്രി VN വാസവനായിരുന്നു എതിരാളി. അദ്ദേഹം 3 ലക്ഷത്തിൽ പരം വോട്ടുകൾ നേടുന്നു. PC തോമസ് അവിടെ വരുന്നു. PC തോമസ് NDA കാൻഡിഡേറ്റായി വരുമ്പോൾ അദ്ദേഹം 1,54,000 പരം വോട്ടുകൾ നേടുന്നു എന്നതാണ് സജിത്ത്. ഈ 2019 കണക്ക് പറയുമ്പോൾ പ്രേക്ഷകരോടൊന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ എതിരാളി VN വാസവനാണ്. ഇത്തവണ ചാഴികാടന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത് ഇതേ VN വാസവൻ തന്നെയാണ്. എന്തായാലും നമുക്ക് അതിന് തൊട്ടു മുമ്പുള്ള തെരഞ്ഞെടുപ്പ് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് കൂടി പരിശോധിച്ചാൽ ജോസ് കെ മാണി 4,24,000-ലധികം വോട്ടുകൾ ആണ് നേടിയിരുന്നത്. അന്ന് എതിരാളി മാത്യു ടി തോമസ് ആയിരുന്നു. മാത്യു ടി തോമസ് 3,03,595 വോട്ടാണ് നേടിയത്. NDAയുടെ നോബിൾ മാത്യു 44,000 വോട്ട് നേടി. അവിടെ എനിക്ക് തോന്നുന്നു 2009-2014 വർഷങ്ങളെ അപേക്ഷിച്ച് NDA വലിയ മുന്നേറ്റം നടത്തിയ തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. അത് PC തോമസിന്റെ സ്ഥാനാർത്ഥിത്വം വളരെ പ്രത്യേകതയായിരുന്നു. കാരണം PC തോമസിന് NDAക്കോ അല്ലെങ്കിൽ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അപ്പുറം വോട്ടുകൾ സമാഹരിക്കാൻ ശേഷിയുള്ള ഒരാളാണ് കോട്ടയത്തെ രാഷ്ട്രീയത്തിൽ. അതുകൊണ്ട് ആ സാധ്യത അദ്ദേഹം ഉപയോഗപ്പെടുത്തി. അത് മൂവാറ്റുപുഴയിൽ അദ്ദേഹം തെളിയിച്ച ആൾ കൂടിയായിരുന്നു. മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലം ഉണ്ടായിരുന്നപ്പോൾ ഒറ്റയ്ക്ക് പോരാടി ഇരു വിഭാഗത്തെയും പരാജയപ്പെടുത്തി കേന്ദ്രമന്ത്രിയായി. അതെ, അപ്പൊ നമുക്ക് വിശദമായി തന്നെ കോട്ടയത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോൾ ശ്രീജിത്ത്, കോട്ടയത്തെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത്തവണ നിരവധി ഘടകങ്ങളുണ്ട്. കേരള കോൺഗ്രസുകൾ നേരിട്ട് ഏറ്റുമുട്ടുന്നു എന്ന പ്രത്യേകതകൾ. ഏറ്റവും ഒടുവിൽ ഇന്നലെ വെള്ളാപ്പള്ളി പറഞ്ഞ കോൺഗ്രസുകാർ വോട്ട് മറിക്കുമെന്ന രാഷ്ട്രീയ സാഹചര്യം. BJP മാറി അവിടെ ഇത്തവണ NDAയുടെ സ്ഥാനാർത്ഥിയായി BDJS തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമ്പോൾ ഇഴവോട്ടുകളെ സ്വാധീനിക്കാനുള്ള ഘടകങ്ങൾ. ഒപ്പം കഴിഞ്ഞ തവണത്തെ എതിരാളി VN വാസവൻ ഇത്തവണ ചാഴികാടന് വേണ്ടി പ്രചരണ രംഗത്ത് ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യം. ഞങ്ങൾ 2 നിലയിൽ മാത്രമാണ് മത്സരിക്കുന്നു എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ടുള്ള കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രചരണ തന്ത്രങ്ങൾ. ഇങ്ങനെ പല ഘടകങ്ങളുമുണ്ട്. ഈ ഘടകങ്ങളിൽ കോട്ടയം രാഷ്ട്രീയത്തിൽ സ്വാധീനിക്കപ്പെടുന്നത് ഏതായിരിക്കും ഏറ്റവും അധികം ഇനിയുള്ള 5 ദിവസങ്ങൾ ശേഷിക്കെ? ശ്രീജിത്ത്,
സജിത്ത്, തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇത്തരത്തിലുള്ള പല വിഷയങ്ങളും വരുന്നുണ്ട്. പ്രത്യേകിച്ച് ജോസഫ് ഗ്രൂപ്പിൽ നിന്നുള്ള രാജികൾ തുടരുന്ന കാഴ്ചയുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് കോട്ടയം എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം ഇവിടെയുള്ള വോട്ടർമാരിൽ നല്ലൊരു ശതമാനവും അത്തരത്തിൽ ഒരു UDF മനസ്സിനൊപ്പം നിൽക്കുന്നവരാണ് എന്ന് നിങ്ങൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മണ്ഡലങ്ങളും ഇടത് തരംഗത്തിലും മണ്ഡലങ്ങളിൽ 7-ൽ 5 മണ്ഡലവും ഈ UDFിനൊപ്പം നിന്നൊരു മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ചെറിയ ചെറിയ വിഷയങ്ങൾക്കപ്പുറത്തേക്ക് ഒരു ദേശീയ രാഷ്ട്രീയവും ഒക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വികാരങ്ങൾ ഇതെല്ലാം വന്നുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് മത്സരമായിരിക്കും ഇവിടെ ഉണ്ടാകുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ ഈ രണ്ട് മറ്റ് പാർട്ടികളൊന്നും അല്ലാതെ കേരള കോൺഗ്രസുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. ആ രംഗത്തേക്ക് BDJS എന്ന ഒരുപക്ഷെ 4 ലക്ഷത്തോളം വോട്ടുകളെങ്കിലും ഉള്ള SNDP യോഗത്തിലുള്ള ഒരു മണ്ഡലത്തിലേക്ക് BDJSന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കാൻ എത്തുന്നു എന്നുള്ള ഏറ്റവും കൗതുകകരമായ രാഷ്ട്രീയമാണ് കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്സിൽ ഏറ്റവും നിർണായകമായി ഉള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തുഷാർ പിടിക്കുന്ന വോട്ടുകൾ എങ്ങനെ, അത് ആരുടെ വോട്ടുകൾ എന്നതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് വിജയ പരാജയങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ VN വാസവൻ ഏറ്റുമാനൂരിൽ വിജയിച്ചു എന്ന് പറയുമ്പോഴും അവിടെ അതിന് തൊട്ടു മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ BDJS സ്ഥാനാർത്ഥിയായിരുന്നു ഉണ്ടായിരുന്നത്. AG തങ്കപ്പൻ 27,000 വോട്ടുകൾ പിടിക്കുന്നു. കഴിഞ്ഞ തവണ ആ സീറ്റ് BDJSന് കൊടുത്തതാണ്. പക്ഷേ ഈ ഉള്ളിലുള്ള സംസാരമനുസരിച്ച് VN വാസവനെതിരെ BDJS സ്ഥാനാർത്ഥി നിർത്താൻ തയ്യാറാകില്ല, അത് വെള്ളാപ്പള്ളിയുടെ ഒരു നിർദ്ദേശത്തോടു കൂടിയൊക്കെയാണ് എന്നുള്ള സംസാരങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ പ്രതിഷേധിച്ച് BJPയുടെ തന്നെ TN ഹരികുമാർ അവിടെ മത്സരിക്കുകയും പക്ഷേ വളരെ കുറച്ച് വോട്ടുകൾ മാത്രം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. ലതിക സുഭാഷ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് മത്സരിച്ച് 5000 വോട്ടുകളോളം പിടിച്ചു. അങ്ങനെയാണ് ആ മണ്ഡലം പോലും ഈ ഇടത് തരംഗത്തിൽ ഈ ഇടതിനൊപ്പം നിന്നത് എന്നുള്ള കണക്കുകളൊക്കെയാണ് UDF ചൂണ്ടിക്കാണിക്കുന്നത്. തൊട്ടിപ്പുറത്ത് ഞങ്ങളുടെ സംഘടനാ ശക്തി അത്രയും ഉണ്ട് ഇവിടെ എന്നതാണ് LDF ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിനും ശക്തി കേന്ദ്രങ്ങളുണ്ട്. കടുത്തുരുത്തിയും പാലയും ഒക്കെ അതിശക്തമായ പ്രവർത്തനമുള്ള കേന്ദ്രങ്ങളാണ്. അവിടെ നിന്നുള്ള വോട്ടുകൾ സമാഹരിച്ച്, അതായത് അത്തരം വോട്ടുകൾ പിറവത്തു നിന്നടക്കം വോട്ടുകൾ സമാഹരിച്ച് ജയം ഉറപ്പിക്കാമെന്ന് കരുതുന്നു. അപ്പോഴും ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ഫാക്ടർ ഇവിടെ BDJSന്റെ തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥി തന്നെയാണ്. അത് എങ്ങനെയാണ്, എത്ര വോട്ടുകൾ, കാരണം ഈ SNDP ശാഖകൾ കേന്ദ്രീകരിച്ച് പോലും വലിയ പ്രവർത്തനം അവർ നടത്തുന്നുണ്ട്. അത് എത്ര വോട്ടുകൾ പിടിക്കും എന്നുള്ളതനുസരിച്ചിരിക്കും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജയം. അതായത് കണിച്ചുകുളങ്ങരയിൽ ഇരുന്നു കൊണ്ട് ഓപ്പറേഷൻ നടക്കുന്നു കോട്ടയത്ത് എന്ന തരത്തിൽ ആയിരുന്നു നമുക്ക് ഇന്നലെ ആ വാർത്ത പ്രസന്റ് ചെയ്യേണ്ടി വന്നത്. അതാണ് അതിന്റെ വാസ്തവം. എന്തായാലും സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ചാഴികാടൻ പറയുന്നത് ഞാൻ 2 അപ്പുറത്തേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. 8ാം തവണയാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇറങ്ങുന്നത്. ലോക്സഭാ സീറ്റുകളിലേക്കുള്ള പോരാട്ടം അത്രമേൽ വലിയ പാരമ്പര്യമുണ്ട്. അതേസമയം ഫ്രാൻസിസ് ജോർജ് മത്സരിക്കുമ്പോൾ കോൺഗ്രസും പറയുന്നത്, അതായത് സ്ഥാനാർത്ഥിയെ മാറിയിട്ടുള്ളൂ, വോട്ടർമാർ മാറില്ല എന്നാണ്. ഇങ്ങനെയൊക്കെയാണ് പ്രതീക്ഷ. പക്ഷേ അവിടെ തുഷാറിന്റെ സാന്നിധ്യം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് ശ്രീജിത്ത് പറയുന്നത്. അതെ, ഒപ്പം തന്നെ വെള്ളാപ്പള്ളി ഇന്നലെ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. കോട്ടയത്ത് വോട്ട് മറിക്കാൻ ചില അടിയൊഴുക്കുകൾ നടക്കുന്നു. അവിടെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് കോൺഗ്രസ് നേതൃത്വത്തെയാണ് വെള്ളാപ്പള്ളി. ഇതടക്കമുള്ള രാഷ്ട്രീയം കൂടി നമുക്ക് കോട്ടയത്ത് പരിശോധിക്കാം. ഇലക്ഷൻ പൂരം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് കോട്ടയം മണ്ഡലത്തിലെ ഏറ്റവും ഒടുവിലത്തെ രാഷ്ട്രീയ നീക്കങ്ങൾ, പ്രതീക്ഷകൾ ആണ് പങ്കുവെക്കുന്നത്. അവിടെ സജിത്ത് നമ്മൾ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. അത് കോട്ടയത്തെ സംബന്ധിച്ച് കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ മകൻ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ പറഞ്ഞാൽ ഒരു മോദി ഫാൻസ് കുടുംബത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാണ് എന്ന് പറയേണ്ടി വരും. പ്രീതി നടേശൻ വലിയ ഫാനാണ് എന്നാണ് ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. വെള്ളാപ്പള്ളി പറയുന്നതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ഒപ്പം തന്നെ തന്റെ മകൻ മത്സരിക്കുന്ന കോട്ടയത്ത് ചില അടിയൊഴുക്കുകൾ ഉണ്ട് എന്ന് വെള്ളാപ്പള്ളി വെറുതെ അങ്ങ് പറയില്ല എന്നതാണ് നമ്മുടെ ഒരു പൊതുധാരണ. പക്ഷെ അത് ഇന്നലെ ശ്രീജിത്തിനോട് ഞാൻ ആ സംശയം ചോദിച്ചു. കോട്ടയത്ത് ഒരു പൊതു ചർച്ചയാണ്. അതൊരു പൊതുചർച്ചയാണ്. പക്ഷെ അതൊരു പ്രസ്റ്റീജ് പോരാട്ടമെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് അത് എത്രത്തോളം വർക്കിംഗ് ആവുമെന്നുള്ള സംശയമൊക്കെ ശ്രീജിത്ത് പറഞ്ഞിരുന്നു. എന്തായാലും ഈ വെള്ളാപ്പള്ളിയുടെ ആരോപണം നിഷേധിക്കുകയാണ് അവിടുത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ്. അത്തരമൊരു ആക്ഷേപം ഇല്ല, അത് നിലനിൽക്കുന്നതല്ല. അവിടെ കോൺഗ്രസ് തനിക്ക് വേണ്ടി ഒറ്റക്കെട്ടായ രംഗത്തുണ്ട് എന്നതാണ് ഫ്രാൻസിസ് ജോർജിന്റെ വാദം. നമുക്ക് ആ വേഗത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. ഓരോ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള എന്താ പറയണേ, പൊതുവെ ഇങ്ങനെ ഓരോ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തുമല്ലോ, അതിനപ്പുറം ഒന്നുമില്ല. ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, ഞാനിവിടെ അധികം ഇലക്ഷൻ മത്സരങ്ങളിൽ വളരെ ചുരുക്കമായിട്ടേ വന്നിട്ടുള്ളൂ.
മുൻപ് ഒരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത വിധം കോൺഗ്രസ് പാർട്ടിയും അതിൻ്റെ മിഷനറിയും വളരെ സജീവമാണ്. ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ വളരെ സജീവമായി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം, നല്ല ഭൂരിപക്ഷം കിട്ടണം എന്നുള്ളൊരു മൂഡിൽ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. റൈറ്റ്. എന്തായാലും സജിത്ത്, ഈ വെള്ളാപ്പള്ളി ഇത്തരത്തിലൊരു പ്രതികരണമൊക്കെ നടത്തുമ്പോൾ, ഒന്ന്, വെള്ളാപ്പള്ളി സാധാരണ നിലയിൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ എപ്പോഴും നടത്തുന്ന ആളാണ്. പക്ഷേ ഇത് ഏറ്റവും ഒടുവിലാണ്, അതും ന്യൂസ് 18നോടാണ് പ്രതികരിച്ചത്. അപ്പോൾ പോലും അങ്ങനെ ഒരു സാധ്യതയുണ്ടെങ്കിൽ അത് തടയട്ടെ എന്നുള്ള ലക്ഷ്യം കൂടി ഉണ്ടോ വെള്ളാപ്പള്ളിക്ക് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം താൻ ഇത് ഇട്ടുകൊടുത്തിരിക്കുന്നു, അവിടേക്ക് പ്രതിപക്ഷ നേതാവ് അടക്കം കൊളുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കാരണം അങ്ങനെ ഒരു വോട്ട് മറിഞ്ഞാൽ അത് കൃത്യമായി UDF ക്യാമ്പിന് പിന്നീടെങ്കിലും അറിയാൻ സാധിക്കും. അതായത് തെരഞ്ഞെടുപ്പിൽ ജയവും തോൽവിയും ഒക്കെ സംഭവിക്കാം, എങ്കിൽ പോലും കാലുവാരൻ നടന്നു, അടിയൊഴുക്ക് നടന്നു എന്നെന്തായാലും മോണിറ്റർ ചെയ്യാനും അറിയാനും സാധിക്കും. ശ്രീജിത്തിനോട് ചോദിക്കാം. ശ്രീജിത്ത്, ഈ വെള്ളാപ്പള്ളി കോട്ടയത്തെ രാഷ്ട്രീയത്തിൽ പലപ്പോഴും ഈ കണിച്ചിക്കുളങ്ങരയിൽ പോയി വെള്ളാപ്പള്ളിയുടെ ഒരു പിന്തുണ ഉറപ്പാക്കുക, പാലായിൽ KM മാണി പോലും നടത്തിയിരുന്ന ഒരു പ്രചരണ തന്ത്രമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയായിരുന്നത്. അപ്പം എല്ലാവർക്കും ഈഴവ വോട്ടുകളും SNDP പിന്തുണയും ഒക്കെ ആവശ്യമായിരുന്നു. ഇത്തവണ അങ്ങനെ മറ്റാരും ആ പ്രതീക്ഷ കാര്യമായി വെക്കേണ്ടതില്ലെന്ന് തോന്നുന്നു. കാരണം അവിടെ തുഷാർ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും ഈഴവ വോട്ടുകളുടെ ഒരു കേന്ദ്രീകരണം അങ്ങോട്ട് തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ആ കണക്കെടുപ്പിൽ നഷ്ടം പേറേണ്ടി വരുന്നത് ശ്രീജിത്ത് ആരായിരിക്കും? വേഗത്തിൽ അക്കാര്യങ്ങളിൽ എങ്ങനെ നമുക്ക് നിരീക്ഷിക്കാനാവും? സജിത്ത്, അത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇടതുപക്ഷം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമുക്കറിയാം, ഈ മുമ്പുണ്ടായിരുന്ന കോട്ടയം മാറി ഏറ്റുമാനൂർ, അതായത് അതിന്റെ ചില ഉദാഹരണം എടുത്താൽ തന്നെ ഇപ്പോൾ അയ്മനം, തിരുവാർപ്പ്, കുമരകം പോലെ SNDPക്കൊക്കെ വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങൾ അവിടെ CPM വോട്ടുകളായിരുന്നു. അത് പലയിടത്തും BJP ആയി മാറിയിട്ടുണ്ട്. ഇപ്പോൾ കുമരകം പഞ്ചായത്തിൽ തന്നെ 5 മെമ്പർമാർ BJPക്കുണ്ട്, അങ്ങനെ അയ്മനത്തുണ്ട്. അങ്ങനെ അത് മാറി മാറി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അവിടെ ഈ SNDP വോട്ടുകളും ഈ വൈക്കം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ശക്തമാണ്. ആ വോട്ടുകൾ സ്വാഭാവികമായും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ പാർട്ടി ചിഹ്നമില്ല, അരിവാൾ ചുറ്റികയില്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ പരമാവധി പിടിച്ചു നിർത്താൻ കേരള കോൺഗ്രസ് എമ്മിന് തന്നെ കൊടുക്കണമെന്നൊക്കെ CPM ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ ഒരു സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് എന്ന പ്രചരണം SNDP യോഗം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശൻ നേരിട്ട് ഇവിടെ എത്തിയില്ലെങ്കിൽ പോലും എല്ലായിടത്തും പ്രീതി നടേശൻ എത്തുന്നുണ്ട്, തുഷാറിന്റെ ഭാര്യ എത്തുന്നുണ്ട്, വെള്ളാപ്പള്ളി പ്രധാനപ്പെട്ട നേതാക്കളെ കണിച്ചുകുളങ്ങരയിലേക്ക് വിളിച്ച് സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അവർ പറയുന്നത് ഞങ്ങൾ വെറുതെ ഒരു മത്സരമല്ല ഇത്തവണ നടത്തുന്നത്. അതായത് ഇവിടെ ഒരു 3 ലക്ഷം വോട്ടെങ്കിലും ഈ SNDPയുടേത് ഒരു 2.25 ലക്ഷം വോട്ടെങ്കിലും പിടിക്കാനായാൽ, ആകെയുള്ള 4 ലക്ഷം എന്നൊക്കെയാണ് പറയുന്നത്, അതിൽ നിന്ന് 2.25 ലക്ഷം വോട്ടെങ്കിലും പിടിക്കാനായാൽ തൊട്ടിപ്പുറത്ത് BJPയുടെ ഒരു 1 ലക്ഷം വോട്ട് കൂടെ പിടിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ജയത്തിലേക്ക് എത്തും എന്നൊരു കണക്ക് വരെ അവിടെ പറയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം സജിത്ത് ചോദ്യത്തിന് ഉത്തരം, വളരെ പ്രത്യക്ഷമായി UDFന്റെ LDFന്റെ വോട്ടുകൾ നഷ്ടപ്പെടും. പക്ഷെ അത് കൂടുതലും നഷ്ടപ്പെടുക LDFന്റെ വോട്ടുകൾ എന്ന് വിലയിരുത്തേണ്ടി വരും ഇപ്പോഴത്തെ അടിയൊഴുക്കുകൾ ശ്രദ്ധിച്ചാൽ. അഭിലാഷ്, എനിക്ക് ശ്രീജിത്തിനോട് ഒരു ചോദ്യം കൂടിയുണ്ട്. ശ്രീജിത്ത്, ഒരു കാര്യം കൂടിയുള്ളത്, 2 ഇല ചിഹ്നത്തിൽ തന്നെയാണ് ഞങ്ങൾ മത്സരിക്കുന്നത് എന്ന് ആവർത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണ രീതി അവിടെ കേരള കോൺഗ്രസ് നടത്തുന്നുണ്ട്. പക്ഷേ ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലും മറ്റും പ്രചരിച്ച ഒരു വീഡിയോ ഉണ്ട്. സംസ്ഥാന സർക്കാരിനെ നിങ്ങൾ ന്യായീകരിക്കാൻ പോവേണ്ടതില്ല, മറിച്ച് നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം സ്വീകരിക്കണമെന്ന് അവിടെ KTUCയുടെ, അതായത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു നേതാവ് തൻ്റെ അണികൾക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശമാണ്. അങ്ങനെയും സർക്കാരിനെ ന്യായീകരിക്കാൻ ഇനി ഞങ്ങളില്ല, അല്ലെങ്കിൽ ന്യായീകരിച്ച് ഉണ്ടാവുന്ന ആൻറ്റി ഇൻക്യുംബൻസിയെ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് തേടുക എന്നൊരു രീതിയുണ്ട്. എങ്ങനെയും വിജയിക്കുക എന്ന കേരള കോൺഗ്രസിൻ്റെ ജോസ് കെ മാണിയുടെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗം കൂടിയാവാം ഇത്. അങ്ങനെ ആ തന്ത്രങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ടാണോ അവിടെ കേരള കോൺഗ്രസ് എം മുന്നോട്ട് പോകുന്നത്? കാരണം പൊതുവിലൊരു UDF മേൽക്കോയ്മയുള്ള ലോക്സഭാ മണ്ഡലമായതുകൊണ്ടാണ് ആ ചോദ്യം. തീർച്ചയായും അതുണ്ട് സജിത്ത്. ഈ പ്രചരണ ഈ നോട്ടീസുകളിലടക്കം LDF എന്നുള്ളത് വലുതായി കൊടുത്തില്ല എന്നൊക്കെയുള്ള ആരോപണം ഉണ്ടായിരുന്നു. ഒരു വേള ചില അടക്കം പറച്ചിലുകൾ കേട്ടിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രചരണം പാലയിൽ വെക്കണ്ട, അത് വൈക്കത്തും ഏറ്റുമാനൂരും വെച്ചാൽ മതി എന്നതടക്കമുള്ള പ്രചരണമാണ്. അതായത് സംസ്ഥാന സർക്കാരിനെ ഇവിടെ ഉയർത്തിക്കാട്ടിയാൽ അത് കേരള കോൺഗ്രസ് എമ്മിന് തിരിച്ചടിയാകും. അതേസമയം തന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ജോസ് കെ മാണി പറഞ്ഞത് ഇന്ത്യ മുന്നണിയെ, രാഹുൽ ഗാന്ധിയാണ് ഞങ്ങൾ പിന്തുണയ്ക്കുന്നത്, ചാഴിക്കാടനും പറയുന്നത് അതാണ്. അതായത് ഒരു UDF ആണ് തങ്ങൾ എന്ന് ഉയർത്തി കാട്ടിക്കൊണ്ട് നിങ്ങൾ അങ്ങനെ വോട്ട് തരാതിരിക്കേണ്ട എന്ന് പറയാൻ കൃത്യമായി ശ്രമിക്കുന്നുണ്ട്. ആ ഒരു തന്ത്രമുണ്ട്. പഴയ UDF ചിഹ്നം എന്ന നിലയിൽ തന്നെ അവർ 2 അവതരിപ്പിക്കുന്നും ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
അത് ജനങ്ങളിലേക്ക് എത്ര എത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ രണ്ടില ഉയർത്തിക്കാട്ടുമ്പോഴും രണ്ടിലയിൽ കഴിഞ്ഞ ഇടത് തരംഗത്തിൽ മത്സരിച്ച തോമസ് ചാഴിക്കാടനും സ്റ്റീഫൻ ജോർജും രണ്ടിലയിൽ മത്സരിച്ചിട്ട് പോലും പുതിയ ചിഹ്നമായ ട്രാക്ടറിൽ മത്സരിച്ചവർ ജയിച്ചു എന്നതാണ് UDFന്റെ മറുവാദം. അതായത് കാപ്പനും മോൻസും ജയിച്ചു എന്നുള്ള മറുവാദവും അവർ ഉയർത്തുന്നു. രണ്ടിലൊരു വെല്ലുവിളിയല്ല എന്നുള്ളതാണ് UDF ക്യാമ്പിന്റെ ഒരു വിലയിരുത്തൽ. എന്തായാലും ഇത്തവണ അങ്ങനെ ഓട്ടോയിൽ ആയിരിക്കാം അല്ലേ ഫ്രാൻസിസ് ജോർജിന് ഡൽഹിയിലേക്ക് എത്താൻ സാധിക്കുമോ എന്നുള്ളതാണ്. നമുക്ക് ഫ്രാൻസിസിന്റെ സാധ്യതകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത് നൽകുന്നത് ഒരു കൗതുകകരമായ രസകരമായ, നമ്മൾ ആവർത്തിക്കുന്നത് പോലെ ഇത് എങ്ങോട്ടേക്ക് എന്നൊന്നും അനുമാനിക്കാൻ പറ്റാത്ത, ആർക്കും കൃത്യമായ നിലപാട്, രാഷ്ട്രീയം തന്നെ എന്ന് പറയുമ്പോൾ പോലും ഒരു നിലപാട് സ്വീകരിക്കാൻ ഏറ്റവും കൗതുകമുണ്ട്. എനിക്കൊന്ന് കേരളത്തിലെ മറ്റു 19 ഇടത്തും കാണാത്ത ഒരു രാഷ്ട്രീയ ചിത്രവുമുണ്ട്. കാരണം കൃത്യമായ ഒരു മുന്നണി രാഷ്ട്രീയം ഒന്നിച്ചെന്ന് പറയാതെ തന്റെ സ്ഥാനാർത്ഥി വിജയിപ്പിക്കുന്നതിന് വേണ്ടി മറ്റു ചില അടവു നയങ്ങൾ സ്വീകരിക്കുന്ന ഒരു പൊതു ശൈലിയുണ്ട്. ശ്രീജിത്ത്, ഒരു കാര്യം കൂടി, ഫ്രാൻസിസ് ജോർജ് ഇടുക്കിയിൽ നിന്നും വരുന്നയാളാണ്. ഫ്രാൻസിസ് ജോർജ് ഏറ്റവും അധികം മത്സരിച്ചിട്ടുണ്ടാവുക ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആയിട്ടുമാവും. അങ്ങനെ ഒരാൾ UDF ക്യാമ്പിൽ വന്ന് മത്സരത്തിന് ഇറങ്ങുമ്പോൾ അദ്ദേഹം ഒരു പുതുമുഖമാണ്, ചിഹ്നം പരിചയപ്പെടുത്തണം, അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് വരാൻ ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഫ്രാൻസിസ് ജോർജിന് കഴിഞ്ഞിട്ടുണ്ടോ? ശ്രീജിത്ത്, എന്താണ് UDF സാധ്യത? തീർച്ചയായും അതുണ്ട് സജിത്ത്. കാരണം സജിത്ത് പറഞ്ഞത് വസ്തുതയാണ്. കാരണം തുടക്കഘട്ടത്തിൽ ഇവിടെ കോട്ടയത്ത് അങ്ങനെ മത്സരിച്ച ഒരാളല്ല ഫ്രാൻസിസ് ജോർജ്. ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോഴും അദ്ദേഹം അതാണ് പറഞ്ഞത്, എനിക്ക് ഇവിടുത്തെ ഒരു ട്രെൻഡും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതുവരെ കേട്ടതനുസരിച്ച് ഏറ്റവും ഗംഭീര പ്രകടനമൊക്കെ ഈ കോൺഗ്രസ് നടത്തുന്നു എന്നൊക്കെ അദ്ദേഹം പറയാണ്. എടുത്തു പറയേണ്ട, തുടക്കത്തിൽ തന്നെ KM ജോർജിനെ ഇവിടെയുള്ളവർക്കെല്ലാം അറിയാം. ഞാൻ ആദ്യ ഘട്ടങ്ങളിൽ ഈ ആദ്യം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ ഒരാളാണല്ലോ ഫ്രാൻസിസ് ജോർജ്. ഈ പല മഠങ്ങളിലുമൊക്കെ പോകുമ്പോൾ കന്യാസ്ത്രീകൾ അല്ലെങ്കിൽ അച്ഛന്മാരുടെ ഒക്കെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ KM ജോർജ് സാറിന്റെ മോനാണ് എന്ന് കൃത്യമായി പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു UDF. അതിന് സമയമുണ്ടായിരുന്നു, അവർക്ക് പരിചയപ്പെടുത്താൻ സമയം കിട്ടി. 2 ഓട്ടോറിക്ഷ എന്നുള്ളൊരു ചിഹ്നം വളരെ പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാനും അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. തൊട്ടിപ്പുറത്ത് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചും ഈ മണ്ഡലം ഈ ചാഴിക്കാടൻ എൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗത്തു നിന്ന് പലതരം തന്ത്രങ്ങൾ വരുന്നതോടെ കഴിഞ്ഞ തവണ ഇവിടെ നിന്ന് മാറിപ്പോയ ഒരാൾ എന്നുള്ള നിലയിൽ അവരെ തോൽപ്പിക്കുക എന്നുള്ള ആവശ്യം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുമുണ്ട്. അതുകൊണ്ട് ആ തരത്തിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. എന്തായാലും ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഫ്രാൻസിസ് ജോർജ് പതുക്കെ കൂടുതൽ ഒരു കോട്ടയംകാരനായി മാറിയിട്ടുണ്ട്. അവിടെ ഒന്നുകൂടി എടുത്തു പറയേണ്ടത്, ചാഴിക്കാടൻ സിറ്റിംഗ് MP ആയിരുന്നു, കോട്ടയംകാരനാണ്, ഈ മണ്ഡലത്തിലെ വോട്ടറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വർഷങ്ങളായുള്ള മണ്ഡലത്തിലെ ജനങ്ങളുമായുള്ള ഒരു അടുപ്പം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഫ്രാൻസിസ് ജോർജ് അത്രയും പരിചയമില്ല, ഇപ്പോഴും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് എന്നുള്ളതാണ് UDF പ്രതീക്ഷിക്കുന്നത്. അവിടെ LDF UDF ഫൈറ്റിൽ UDF ജയിക്കുമെന്ന് UDF പ്രതീക്ഷിക്കുന്നു. തൊട്ടിപ്പുറത്ത് കേരള കോൺഗ്രസും CPM ചേർന്നാൽ പിന്നെ ജയം മറ്റാർക്കുമില്ല എന്ന് അവരും പറയുന്നു. എന്തായാലും ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ആദ്യമേ പ്രഖ്യാപിക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് പിന്നെ സംശയങ്ങളൊന്നുമില്ലായിരുന്നു. മറ്റു മണ്ഡലങ്ങളിലും ഇപ്പോൾ BJP പോലുള്ള പാർട്ടികളൊക്കെ നിശ്ചയിച്ചു വെച്ചുവെങ്കിലും പ്രഖ്യാപനം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ആദ്യമായിരുന്നു എന്ന്. അതെ, എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ കളമൊരുക്കലിന് വളരെ മുമ്പ് തന്നെ തന്റെ മണ്ഡലത്തിൽ ചാഴികാടൻ ഒന്നാമൻ എന്ന് പറഞ്ഞ് അദ്ദേഹം, അതായത് ഈ MP എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ തുക കേരളത്തിൽ ചെലവാക്കിയ MP താനാണ് എന്ന തരത്തിലുള്ള ഫ്ലെക്സുകൾ അതിനു മുമ്പ് തന്നെ പ്രകടമായി. വലിയ രാഷ്ട്രീയ വിവാദം ആവുകയൊക്കെ ചെയ്തിരുന്നു. എന്നിരുന്നാലും അത്തരമൊരു നീക്കമൊക്കെ നടന്ന് ചിത്രത്തിലേക്ക് ഇറങ്ങിയ ഒരു ഇടമാണ് കോട്ടയം എന്ന പ്രത്യേകതയുണ്ട്. നമുക്ക് ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രമേൽ കൗതുകകരമാണ് രാഷ്ട്രീയ ചിത്രം. എങ്കിലും ശ്രീജിത്തിന്റെ ഒരു പൊതു വിലയിരുത്തലുണ്ടല്ലോ, അത് ദുർഘടമാണ് എന്നറിയാം. നമ്മൾ മിഥുനോട് ചോദിച്ചതുപോലെയും ശരണ്യയോട് ചോദിച്ചതുപോലെയും അത്ര എളുപ്പമല്ല. ഈ പൾസ് ആർക്ക് അല്ലെങ്കിൽ ഈ ഏറ്റവും ഒടുവിലേക്ക് എത്തുമ്പോൾ ദിവസങ്ങൾ മാത്രം ബൂത്തിലേക്ക് പോകാൻ ഉള്ളപ്പോൾ ആർക്കാണ് ഇപ്പോഴത്തെ ഒരു മേൽക്കൈ എന്നത് ശ്രീജിത്തിന് പറയാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണോ ഉള്ളത്? ശ്രീജിത്തിന്റെ ഒരു കണക്കുകൂട്ടലിൽ ഈ അവസാന ലാപ്പിൽ ആരാണ് മുന്നിട്ട് നിൽക്കുന്നത്? അഭിലാഷേ, ഇതിൽ 2 ചോദ്യമേ ഉള്ളൂ. ഒന്നൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആണോ നടക്കുന്നത്, അതോ ഒരു വ്യക്തിപരമായ പോരാട്ടമാണോ? ഇത് കേരള കോൺഗ്രസ് എം ഇവിടെ ശ്രമിക്കുന്നത് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായ തോമസ് ചാഴിക്കാടൻ, അതായത് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവാക്കിയ തോമസ് ചാഴിക്കാടൻ, 2 കേരള കോൺഗ്രസ് UDFന്റെ ഭാഗമായും രാഹുൽ ഗാന്ധിക്ക് ഡൽഹിയിൽ വോട്ട് ചെയ്യാൻ പോകുന്ന കേരള കോൺഗ്രസ് എം, ഇതാണോ
വിജയിക്കുക, അതോ പൊളിറ്റിക്കൽ ഫൈറ്റ്, അതായത് ഒരു UDF LDF ഫൈറ്റ് ആണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പൊളിറ്റിക്കൽ ഫൈറ്റ് ആണ് നടക്കുക എങ്കിൽ അത് LDFന് സാഹചര്യം അത്ര അനുകൂലമായിരിക്കില്ല, അത് ഫ്രാൻസിസ് ജോർജിന് അനുകൂലമാകുകയും ചെയ്യും. തൊട്ടിപ്പുറത്ത് LDFന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന മറ്റു ചില ഘടകമാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം എന്നുള്ളതും നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ആ വോട്ടുകൾ UDF വോട്ടുകളും കുറച്ച് പോയേക്കാം, LDF വോട്ടുകളും പോയേക്കാം. തുഷാർ ഒരു വലിയ വോട്ട് പിടുത്തം നടത്തുമെന്നുള്ള നമുക്കിപ്പോഴും പറയാൻ കഴിയില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ചോരുന്ന വോട്ടുകൾ അത് കൂടുതലും ഇടതുപക്ഷത്തു നിന്നുള്ള വോട്ടുകളാണ് എന്നുള്ളതും ഇടത് സാധ്യത അവിടെ അല്പം വെല്ലുവിളി ഉയർത്തുന്നതാണ്. എന്തായാലും ഏറ്റവും ഗംഭീരമായ പ്രചരണം നടത്തിയിട്ടുണ്ട്. ജോസ് കെ മാണി ഉൾപ്പെടെ എല്ലാ ദിവസവും പ്രചരണ രംഗത്ത് സജീവമാണ്. തൊട്ടിപ്പുറത്തുള്ള ക്യാമ്പിന് ജോസഫ് ഗ്രൂപ്പിന് ചില സ്ട്രൈക്കുകൾ നൽകിക്കൊണ്ട്, അത് ഇന്നലെ കൊല്ലം ജില്ലാ അധ്യക്ഷൻ രാജിവെക്കുന്നു, ഇന്ന് മറ്റൊരു മലബാറിൽ നിന്നുള്ള ഒരു ജില്ലാ പ്രസിഡന്റ് രാജിവെക്കുമെന്ന് പറയുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് ദിവസം വരെ രാജിവെക്കാനുള്ളവരെ അടക്കം ക്യൂ ആക്കി സെറ്റ് ചെയ്തിട്ടാണ് കേരള കോൺഗ്രസ് എം ഇവിടെ പണിയെടുക്കുന്നത് എന്നുള്ളതും ചേർത്ത് പറയേണ്ടി വരും. സജിയുടെ കാര്യത്തിൽ ഒരല്പം പാളിപ്പോയി. സജി ഒരു പൊളിറ്റിക്കൽ ക്യാപ്റ്റനാണ് എന്നൊക്കെ ജോസ് കെ മാണി പറഞ്ഞു. പക്ഷേ സജി പോയത് NDAയിലേക്കാണ് എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും അവർക്ക് പ്രചരണം നടത്താനായി ഇന്നത്തെ റൈറ്റ്. എന്തായാലും സജിത്ത്, നമുക്ക് കോട്ടയം അവസാനിപ്പിക്കേണ്ട സമയമാകുന്നു, കോഴിക്കോടേക്ക് പോകേണ്ടതുണ്ട്. എങ്കിലും എൻ്റെ ഒരു സംശയം എന്നത്, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് കേരളത്തിലടക്കം സജീവമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒന്നാണ് റബ്ബറിൻ്റെ വില എന്നത്. റബ്ബറിൻ്റെ വില 300ലേക്ക് എത്തിച്ചാൽ ഞങ്ങൾ ആരെയും പിന്തുണയ്ക്കും, അത് BJPയെ വേണമെങ്കിലും എന്ന തരത്തിൽ ഉണ്ടാകുന്ന പാംപ്ലാനിയുടെ പ്രതികരണം അടക്കം വലിയ തോതിൽ ചർച്ചയായി. ഈ റബ്ബർ കർഷകരടക്കം ഒരുപാടുള്ള പ്രദേശം ആണ് കോട്ടയം. മലയോര കർഷകരുടെ പ്രശ്നങ്ങളുണ്ട്. ഇടുക്കി പോലെ ഈ വനപ്രദേശം അങ്ങനെ ഒരു വന്യമൃഗശല്യം അധികമുണ്ടോ എന്നതിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ ലോക്സഭയിലും പ്രതിഫലിക്കേണ്ട വിഷയങ്ങളാണല്ലോ. അതൊക്കെ അങ്ങ് മാറിപ്പോവുകയും മറ്റ് ചിത്രങ്ങൾ, മറ്റു വിഷയങ്ങൾ മാത്രം ഫോക്കസായി മാറുകയും ചെയ്തിട്ടുണ്ടോ സജിത്? എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പൊതുവിഷയങ്ങൾ, റബ്ബറിൻ്റെ വിലയിടിവ്, നെല്ലിൻ്റെ സംഭരണ വിലയിലെ പ്രശ്നങ്ങൾ, സംഭരണത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കർഷകർ നേരിടുന്ന പൊതു പ്രശ്നങ്ങൾക്കൊക്കെ സ്വാധീനമുണ്ടാവുന്നുണ്ട്. റബ്ബറിന് ഒരു പ്രത്യേക പരിഗണന കിട്ടേണ്ടതുമായ, പൊതുവെ നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരിക്കാം ഇത്തരം വിഷയങ്ങൾ കൂടുതൽ. പക്ഷേ റബ്ബർ പോലെയുള്ള വിഷയങ്ങൾ, വന്യമൃഗശല്യം പോലെയുള്ള വിഷയങ്ങളൊക്കെ അത് പാർലമെന്റിൽ അവതരിപ്പിക്കേണ്ട വിഷയമാണ്. കേന്ദ്ര നിയമത്തിലാണ് ചില മാറ്റങ്ങൾ വരുത്തേണ്ടത്. പക്ഷേ അത്തരം വിഷയങ്ങൾ അത് വരും. എനിക്ക് തോന്നുന്നു കോട്ടയം രാഷ്ട്രീയത്തിൽ പൊതുവിൽ ശ്രീജിത്ത് നിരീക്ഷിച്ച ആ ഒരു പ്രധാന ഘടകം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം രാഷ്ട്രീയമായ പോരാട്ടമാണ് നടക്കുന്നതെങ്കിൽ അത് സംസ്ഥാന ചിത്രത്തിനൊപ്പം ചേരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ പോരാട്ടം മാറാം. അതിനപ്പുറം സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള പോരാട്ടത്തിലേക്കാണ് വരുന്നതെങ്കിൽ അവിടെ ചില മാറ്റങ്ങൾക്ക് സാധ്യതകളുണ്ട്. അങ്ങനെ പ്രവചനാതീതം എന്ന ഒരു പൊതുചിത്രം നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ പറയേണ്ടി വരും കോട്ടയം. കാരണം കോട്ടയത്തിലെ രാഷ്ട്രീയം പറഞ്ഞു വെക്കുന്നതും അതുതന്നെയാണ്. UDFന് രാഷ്ട്രീയമായി മേൽക്കോയ്മയുള്ള ഒരു മണ്ണാണെങ്കിൽ കൂടിയും കോട്ടയം രാഷ്ട്രീയം പ്രവചനാതീതമായി തുടരും.